സീമാസ് വ്ലോഗ്. എല്ലാ സുഹൃത്തുക്കൾക്കും സീമാസ് വ്ലോഗിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡാണ്. എൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, സെറ്റും ഉണ്ടും. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവററ്റ് ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റും കൊണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഞാൻ കാണുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇല്ലാത്ത കളക്ഷൻസൊക്കെ ഞാൻ സെർച്ച് ചെയ്യാറുണ്ട്, കിട്ടുന്നതൊക്കെ വാങ്ങി വയ്ക്കാറുണ്ട്. എനിക്ക് ഉടുക്കാൻ ഇഷ്ടമാണ് എപ്പോഴും. എനിക്ക് മുമ്പൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർജറിക്ക് മുമ്പ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം സെറ്റ് കൊണ്ട് മാത്രമേ ഉടുക്കുള്ളൂ, സെറ്റ് കൊണ്ട് മതി ഇങ്ങനെ എൻ്റെ വേഷം, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാണ്. എന്തെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് സെറ്റ് മുണ്ടും. അപ്പം ഇന്ന് എൻ്റെ കയ്യിലുള്ള ഞാൻ ഉപയോഗിക്കാത്ത സെറ്റ് മുണ്ടിൻ്റെയും സെറ്റ് സാരിയുടെയും കളക്ഷൻസാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഞാൻ കുറേ നാളായിട്ട് കാണിക്കണോ വേണ്ട എന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് ഒരുപാട് സെറ്റ് മുണ്ടും സെറ്റ് സാരി കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ചോദിച്ചു. അതൊന്ന് കാണിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് കൂടി അത് കാണാമായിരുന്നു, അറിയാമായിരുന്നു ചേച്ചിയുടെ എന്തൊക്കെ കളക്ഷൻസ് ഉണ്ടെന്ന്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയേണ്ട കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചെന്തായാലും പിന്നെ അതൊക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് എപ്പിസോഡ്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. എന്നാലേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ എപ്പിസോഡ്സും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും എല്ലാം താഴെ രേഖപ്പെടുത്തുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അതൊക്കെ വിലയിരുത്തിയിട്ട് ഇനിയുള്ള എപ്പിസോഡ് ഇതിനേക്കാൾ മെച്ചപ്പെടുത്തും. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. ആദ്യമായിട്ട് എൻ്റെ മോസ്റ്റ് സ്പെഷ്യലായിട്ട് ഒരാൾ വാങ്ങി തന്ന സെറ്റ് മുണ്ടാണ് കാണിക്കുന്നത്. നല്ല ബ്ലാക്കും സിൽവറും കൂടെയുള്ള കോമ്പിനേഷനിലുള്ള സെറ്റ് സാരിയാണിത്. ഇതെൻ്റെ ആങ്ങള വാങ്ങി തന്നതാണ്. എൻ്റെ ഒരേ ഒരു ആങ്ങള വിനോദ്, അവൻ വാങ്ങി തന്നതാണ് ഈ സെറ്റ് സാരി. കഴിഞ്ഞ അതിൻ്റെ മുന്നത്തെ ഓണത്തിന് വാങ്ങി തന്നതാണ്, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഓണത്തിന്. പക്ഷെ ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. ഭയങ്കര ഭംഗിയുള്ള ഒരു സെറ്റ് സാരിയാണ്, നല്ല ഭംഗിയുള്ള സെറ്റ് സാരിയാണ്. സിൽവർ ആൻറ്റിക്കിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ബ്ലാക്ക് ബ്ലൗസും ഇട്ട് കഴിഞ്ഞാൽ, ബ്ലാക്ക് ബ്ലൗസ് എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബ്ലൗസ് ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലൗസിൽ ഈ സിൽവർ കളറ് ഒരു ഡിസൈൻസ് ഒക്കെ വരുന്ന ആ ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഈ സെറ്റ് സാരി ഉടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. പക്ഷെ ഞാൻ ഇതുവരെ ഈ സാരി എന്തുകൊണ്ടോ ഞാൻ ഈ സാരി ഇതുവരെ ഉടുത്തിട്ടില്ല. ഒരുപാട് ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കുന്ന നല്ലൊരു ഒക്കേഷൻസ് അല്ലെങ്കിൽ നല്ലൊരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ വലിയൊരു വിശേഷമൊക്കെ വരുന്ന സമയത്തൊക്കെ ഉടുക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ മാറ്റിയാണ് സാധാരണ ഡ്രസ്സുകൾ വയ്ക്കാറ്. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പം ബ്രൈഡ്സുകളാണെങ്കിലും ഒക്കെ കൊണ്ടുവരികയോ ഒക്കെ ചെയ്യുന്ന അവർ ചിലപ്പോൾ ദക്ഷിണ തരുന്ന സമയത്ത് മിക്ക ബ്രൈഡ്സും ചിലപ്പോൾ സെറ്റ് സാരിയോ സെറ്റും ഉണ്ടാക്കിയിരിക്കും തരാറ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ എടുത്തു കൊടുക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് ഈ എൻ്റെ സെറ്റ് സാരി. ഭയങ്കര അറ്റാച്ച്മെൻ്റുള്ള സെറ്റ് സാരിയാണ്. അവനങ്ങനെ ഒരുപാടൊന്നും വാങ്ങി തന്നിട്ടില്ല, ഒരു 2-3 ഡ്രസ്സൊക്കെ വാങ്ങി തന്നിട്ടുള്ളൂ സർജറിക്ക് ശേഷം. പക്ഷേ എല്ലാം നല്ല അടിപൊളി ഡ്രസ്സുകളാണ്. അടുത്ത് ഇതൊരു ടിഷ്യൂ സിൽക്കിൻ്റെ സെറ്റ് സാരിയാണ്. ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇത് നമ്മളൊക്കെ പറഞ്ഞ ചേറാൻ പച്ച എന്നൊക്കെയാണ് പറയുന്നത്, നിങ്ങളെന്ത് എന്നാണ് പറയുന്നത് അറിയത്തില്ല. സോ അങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡാണിത്. നല്ല ഭയങ്കര നല്ല സോഫ്റ്റാണ്, എല്ലാം കൊണ്ട് നല്ല സാരി. 1700 രൂപയാണിത് വാങ്ങിയപ്പോൾ വില. ഇത് ഞാൻ ഉടുത്തിട്ടില്ല. നല്ല സാരിയാണ്, വളരെ സോഫ്റ്റാണ്, വളരെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന സാരിയാണ്. ഇതും എന്തോ എനിക്ക് ഒരു ഉടുക്കാൻ തോന്നി. 2 കൊല്ലമായിട്ടോ വാങ്ങിയിട്ട്, പക്ഷേ ഉടുത്തിട്ടില്ല. ഉടുക്കുന്ന സമയം ഞാനിത് ഫോട്ടോ ഇടാം സ്റ്റാറ്റസിൽ. അത് കഴിഞ്ഞ് ഇതും സെറ്റ് സാരിയാണ്. ഇത് ഞാൻ നമ്മുടെ പോത്തീസിൽ നിന്ന് വാങ്ങിയ സാരിയാണ്. ഇത് ഞാൻ ഉടുത്തിട്ടില്ല. ഇതൊരു ലൈറ്റ് ഗ്രീൻ, പയർ പച്ചയും പിന്നെ ഒരു മെറൂണും കൂടിയിട്ടുള്ള കോമ്പിനേഷനുള്ള ത്രെഡ് വർക്കൊക്കെ ഉള്ള ഒരു സാരിയാണ്. വളരെ ഭംഗിയുള്ള സാരിയാണ്.
വളരെ ഇഷ്ടപ്പെട്ട സാരിയാണ്. ഇത് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി കാണിക്കുന്ന സമയത്ത് പക്ഷെ ഇത്രയും ഭംഗിയുള്ള നല്ല സാരിയാണ്. ഭയങ്കര നല്ല എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ള സെറ്റ് സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് ഞാനൊരു 1 വർഷമാവും വാങ്ങിയിട്ട്. ഞാൻ കാണുമ്പോൾ നല്ല സാധനം കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് കളക്ട് ചെയ്താൽ വായിക്കും. അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് കളക്ട് ചെയ്ത് വയ്ക്കും. പിന്നെ എല്ലാവരും പറയും ഈ സെറ്റ് സാരിയൊക്കെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് മടക്കിലൊക്കെ കേടുവരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് ചിലപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഉള്ളതൊക്കെ ചിലപ്പോൾ ഇപ്പോൾ എടുത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഒരു ഒറിജിനൽ കസവിൻ്റെ ആണ് സെറ്റ് സാരി. ഒറിജിനൽ കസവിൻ്റെ ആണ്. അതായത് ബാലരാമപുരം കൈത്തറിയിൽ നിന്ന് വാങ്ങിയ ഒറിജിനൽ പ്യുവർ കസവിൻ്റെ ആണ്. 9800 ആണ് ഇതിൻ്റെ വില. ഒറിജിനൽ കസവാണ്. ഇത് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു കല്യാണം ഉണ്ടാവുകയാണെങ്കിൽ ഉടുക്കാലോ എന്ന് കരുതി വാങ്ങി വെച്ചാണ്. അങ്ങനെ വാങ്ങി വെക്കാൻ പാടില്ല എന്ന് പഴയ ആൾക്കാർ പറയും. പക്ഷെ എന്തോ ഞാനിത് കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങിപ്പോയതാണ്. അങ്ങനെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ലെന്നൊക്കെ ആൾക്കാർ പറയുക. പക്ഷെ എനിക്കതിനെ പറ്റിയിട്ട് അറിയില്ല. എന്നാലും ഇരുന്നോട്ടേ എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് ഒരു സുഖം പെട്ടെന്ന് കല്യാണം നടക്കുന്നത് വേണ്ടി സോ അങ്ങനെ ഞാനത് വാങ്ങിയതാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, എനിക്കതൊരു ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിയതാണ്. ഭയങ്കര കാരണം എനിക്കൊരു ഒറിജിനൽ കസവിൻ്റെ ഒരു സെറ്റ് സാരി ഉണ്ടായിരുന്നു. അത് എപ്പോഴോ അതിലൊരു സാമ്പ്രാണിത്തിൻ്റെ ഇത് വീണിട്ട് അത് കേടായിപ്പോയി. അതെനിക്ക് ഭയങ്കര വിഷമമായി പോയായിരുന്നു അത് ആ സാരി പോയപ്പോൾ. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. പിന്നെ പക്ഷേ ഇത് ഞാൻ ഉടുത്തിട്ടില്ല, ഈ സെറ്റ് സാരി ഞാൻ ഉടുത്തിട്ടില്ല. പിന്നെ ഇത് ഓറഞ്ച് ഇതൊക്കെ ഉള്ള ഡിസൈൻസൊക്കെ ചേർന്നിട്ടുള്ള നൂലിൻ്റെ ഡിസൈൻസൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൈത്തറിൻ്റെ പ്യുവർ കൈത്തറിൻ്റെ സെറ്റ് സാരിയാണ്. ഭയങ്കര ഭംഗിയുള്ള സെറ്റ് സാരിയാണ് കേട്ടോ. ഇതും ഞാൻ ഉടുത്തിട്ടില്ല. ഇതും നമ്മളെ പോത്തീസിൽ ഞാൻ നേരത്തെ കാണിച്ച സെറ്റ് സാരി വാങ്ങിയ സമയത്ത് ഞാൻ വാങ്ങിയതാണ് ഈ സാരി. ഇപ്പം ഏകദേശം മനസ്സിലായി കാണില്ല എനിക്ക് ഈ സെറ്റ് സാരികളോടുള്ള പ്രൈസ്. ഇത് എൻ്റെ ഒരു ഭയങ്കര ഒരു ആരാധിക എന്ന് വേണമെങ്കിൽ പറയുന്നത് ഒരു സഹോദരി. ആരാധികയാണ് സഹോദരി ആയിട്ടുണ്ട് ഞാൻ കാണുന്നത്. അവളെനിക്ക് അയച്ചു തന്ന സാരിയാണ്, സെറ്റ് സാരിയാണ് കേട്ടോ. അത് മെറൂണും കസവും കൂടി ചേർന്നിട്ടുള്ള സാരിയാണ്. പക്ഷെ ഞാൻ ഉടുത്തിട്ടില്ല. എനിക്കൊരു വിഷുവിന്, കഴിഞ്ഞ വിഷുവിനല്ല അതിൻ്റെ മുന്നത്തെ വിഷുവിന് എനിക്ക് തന്ന സെറ്റ് സാരിയാണ് ഇത്. ഇതിൻ്റെ കൂടെ ഒരു കമ്മലും ഉണ്ടായിരുന്നു, കുഞ്ഞു കമ്മൽ. എനിക്ക് തോന്നുന്നു ഇത് അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഓർമ്മ കിട്ടുന്നില്ല. ഇത് ഒരു ഗ്രീൻ കൈത്തറി, പ്യുവർ കൈത്തറിയുടെ സെറ്റ് സാരിയാണ്. ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഗ്രീനിൻ്റെ ഇതാണ്. ചിലപ്പോൾ ഞാൻ ഈ സെറ്റ് സാരി ഉടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പാർട്ടി പ്രവർത്തകർ വിചാരിക്കുന്നത് ഞാൻ ഉടുത്തില്ല. ചിലപ്പോൾ എനിക്ക് കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള പാർട്ടിയിലൊക്കെ എന്നെ പിടിച്ച് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് അല്ലാതെ തന്നെ ഭയങ്കര ബിസിയാണ്. ഇനി ഞാൻ വല്ല മന്ത്രിയോ MP ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടത്തില്ല ഒന്നിനും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് ഉടുത്തില്ല. ഇത് ഉടുത്ത് പോകുമ്പോഴേക്കും ചിലപ്പോൾ പാർട്ടിക്കാർ കാണുന്നത്. അപ്പോഴത്തേക്ക് എന്നെ ഉടനെ അങ്ങ് പാർട്ടിയിലേക്ക് നേരിട്ട് അങ്ങ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് ഉടുത്തില്ല. അങ്ങനെയൊന്നും അല്ല, ഉടുക്കാൻ സമയം കിട്ടിയ ലൊക്കേഷൻസ് കിട്ടാത്ത കാരണം ഉടുക്കാത്ത സാരിയാണ് അത്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് സാരി. ഇതെനിക്ക് ജ്യോതിഷ് ഞങ്ങളൊരു 12 വർഷമായിട്ടുള്ള ഇൻറ്റിമേറ്റ് കൂട്ടുകാരാണ്. എൻ്റെ ജ്യോതിഷ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കഴിഞ്ഞ വർഷ പൂജയ്ക്ക്. സോ നല്ല ഭംഗിയില്ലേ? കൃഷ്ണനാണ് ഫുള്ള്. ഇതിൽ ക്ലോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ഫുള്ള് കൃഷ്ണനാണ്. കൃഷ്ണൻ്റെ ഇതാണ്, ഫുള്ളായിട്ട് കൃഷ്ണൻ്റെ ഒരു ഡിസൈനാണ്. അവൾക്കറിയാം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്നറിയാം. അത് കാരണം എൻ്റെ ജ്യോതി എനിക്ക് കൊണ്ടുവന്ന സാരിയാണ്. ഞാൻ പറഞ്ഞില്ല, ഓൾമോസ്റ്റ് എനിക്ക് പലപ്പോഴും പല ആൾക്കാരും തരുന്നതുകൊണ്ട് ഞാൻ വാങ്ങുന്നതല്ലാതെ. പിന്നെ അത് കൂടാഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ സെറ്റ് സാരി ഭ്രാന്തിയായത് കാരണം എവിടെ കണ്ടു കഴിഞ്ഞാലും വരും. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം സെർച്ച് ചെയ്യുന്നത് സെറ്റ് മുണ്ടുണ്ടോ, സെറ്റ് സാരി ഉണ്ടോ, എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കും. എന്നിട്ട് ഞാനത് വാങ്ങും.
ഇതെനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ശ്രീമയി തന്ന സെറ്റ് സാരി. സോ അവൾക്കറിയാം ഞാൻ ഈ സെറ്റ് സാരി ക്രൈസ് ഉള്ള കൂട്ടത്തിലാണെന്നറിയാം. അങ്ങനെ അവൾ തന്നതാണ് ഈ സെറ്റ് സാരി. ബാക്കിയുള്ള സാരിയൊക്കെ അവൾ തന്ന ഒരുപാട് കഴിഞ്ഞ മുന്നത്തെ ബർത്ത്ഡേക്ക് തന്നത് ഒന്നും ഞാൻ ഉടുത്തിട്ടേ ഇല്ല. അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോഴും അവൾക്കറിയാം ഞാൻ സെറ്റ് മുണ്ടോ സെറ്റ് സാരിയൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അത് ഉടുക്കുമല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ തന്നതാണ് ആ ഒരു ഇത്. പിന്നെ ഒരു ഡിസൈനർ, ഇത് ഞാൻ ബാലരാമപുരം കൈത്തറിയിൽ വാങ്ങിയതാണ് കേട്ടോ. നല്ല സാരിയാണ് അല്ലേ, നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സാരിയാണ്. മെറൂണാണ്, മെറൂണ്. പിന്നെ ഓൾറെഡി ഒരു തവണ ഞാനും അമ്മയൊക്കെ ആയിട്ട് മൂകാംബിക പോയ സമയത്ത് ഞാനൊരു 6 ജോഡി എന്തോ സെറ്റ് മുണ്ടും സെറ്റ് സാരി ഞാൻ വാങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ 4 ദിവസം നിൽക്കും. അപ്പോൾ 2 നേരം അല്ലെങ്കിൽ 3 നേരമൊക്കെ അമ്പലത്തിൽ പോകും. അപ്പോൾ ഫുള്ള് സെറ്റ് മുണ്ട് സെറ്റ് സാരി എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്കും അമ്മയ്ക്കും ഒരുപോലെ ഞങ്ങൾ വാങ്ങിയായിരുന്നു സെറ്റ് സാരി. ഇതൊരു കോഫി ബ്രൗൺ ബോർഡറുള്ള സെറ്റ് സാരിയാണ് കേട്ടോ. കോഫി ബ്രൗൺ നല്ല സാരി അല്ലേ. ഇതൊക്കെ എപ്പോഴാണോ ഞാൻ ഉടുക്കുന്നത് എനിക്ക് അറിയില്ല. ഇപ്പോഴാണെങ്കിൽ ഈ ഒരു സമയത്ത് അമ്പലങ്ങളൊന്നുമില്ല, കുറേ ഉത്സവങ്ങളൊക്കെ മിസ്സായില്ലേ. അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഇവിടെ ആറ്റുകാല്, തൊഴുവൻകോട്, കരിക്കകം അങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളിൽ പോകും. അപ്പോൾ അമ്പലങ്ങളിൽ പോകുന്ന സമയം സാധാരണ ഞാൻ ഉടുക്കാറുള്ളത് എപ്പോഴും എനിക്ക് ഉടുക്കാൻ ഇഷ്ടം സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെയാണ്. എപ്പോഴും എനിക്ക് ഉടുക്കാൻ ഇഷ്ടം അതൊക്കെയാണ്. ഇത് ഒരു ബ്രൗൺ കളർ സെറ്റ് സാരി, നല്ല സെറ്റ് സാരിയാണ്. ഒരു പേസ്ലി പീക്കോക്ക് ഡിസൈനാണ് കേട്ടോ. പേസ്ലി അല്ല, സോറി, പീക്കോക്കാണ്. ഇതിൽ ഡിസൈൻ പീക്കോക്കാണ്. നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള സെറ്റ് സാരി അല്ലേ. ശരിക്കും നമ്മുടെ സെറ്റ് സാരി നമ്മൾ ഏത് ഡ്രസ്സിനേക്കാളും എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് ഭയങ്കര നമ്മളെ കാണുമ്പോൾ ഒരു കേരളീയ തനിമ തോന്നുന്നത് നമ്മൾ സെറ്റ് മുണ്ടോ സെറ്റ് സാരി കൊടുക്കുമ്പോഴാണ്. അതാണല്ലോ നമ്മൾ ചിങ്ങം 1-ാം തീയതിയും ഒക്കെ നമ്മൾ ഉടുക്കുന്നത്, കേരള പ്രവിക്കും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ അതാണ്. ഇത് വലിയ വിലയൊന്നുമില്ല, ഒരു 300 ഒക്കെ ഉള്ളൂ. ഈ ഒരു കോപ്പറാണ് ഇതിൻ്റെ കസവൊക്കെ വന്നിട്ട്. ഇത് കോപ്പറാണ്. പീക്കോക്കിൻ്റെ തന്നെയാണ് ഡിസൈൻ. പീക്കോക്കിൻ്റെ ഒരു പിങ്ക് കളർ കൂടി ചേർത്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടിഷ്യൂ സാരിയാണ്. വലിയ വിലയില്ലാത്ത സാരിയാണ്, പക്ഷെ എന്നാലും നല്ല എലഗൻ സാരിയാണ്. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ ഓൾമോസ്റ്റ് ബാലരാമപുരം കൈത്തറിയിൽ അവിടെ പോയിട്ടാണ് ഞാൻ വാങ്ങാറുള്ളത്. അപ്പോൾ നമ്മൾ പ്യുവർ കൈത്തറീൻ്റെ സാരി വാങ്ങുമ്പോൾ കുറച്ച് റേറ്റ് ആവും. മെഷീനിൽ നെയ്തതാവുമ്പോഴത്തേക്ക് കുറച്ച് റേറ്റ് കുറയും. അതാണ് വ്യത്യാസം. പലർക്കും അറിയില്ല അതിൻ്റെ ഒരു ഡിഫറെൻ്റ് അറിയില്ലാത്ത ആൾക്കാരുണ്ട്. ഈ സെറ്റ് മുണ്ടും എനിക്ക് ഒരാൾ തന്നതാണ്. ഈ സെറ്റ് മുണ്ടും എനിക്ക് ജോസ്നേച്ചി തന്നതാണ്. എൻ്റെ കൂടെ പിറക്കാതെ വരുന്നതിനെ ചേച്ചിക്കുട്ടി. ഞാൻ ഉടുത്തിട്ടില്ല, എനിക്ക് തന്നതാണ്. എന്നോട് ഞാൻ ചോദിച്ചു, ഈ പെണ്ണെ ഞാൻ ഉടുത്തില്ലേടിയത്. എനിക്കൊരു ബ്ലൂ കളറ് ഇതുപോലത്തെ സെയിം തന്നെ ഒരു ബ്ലൂവും തന്നിട്ടുണ്ടായിരുന്നു. അത് ഉടുത്തായിരുന്നു ഓണത്തിന്. എനിക്ക് 3 ഓണത്തിന് 4 ഓണത്തിന് ഞാനത് ഉടുത്തായിരുന്നു. അപ്പോൾ ഇന്നാളെ കൂടി ചോദിച്ചു, നീ അത് ഉടുത്തില്ലേടി എന്ന് ചോദിച്ചായിരുന്നു. ഇതിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഓർണമെൻറ്റ്സ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സാരി. ഈ സെറ്റ് മുണ്ടും എനിക്ക് ഒരു ബ്രൈഡ് തന്നതാണ്. ഡോക്ടർ മേഘ, ആലപ്പുഴയിലെ ഡോക്ടർ മേഘ തന്നതാണ്. ഒരു പയറ് പച്ചയും കസവുമായിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ്. നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടല്ലേ. എനിക്ക് ദക്ഷിണ തന്നപ്പോഴത്തേക്കും തന്നതാണ്. കുറേ ഞാനതൊക്കെ ബ്രൈഡ് തന്ന ഒരുപാട് ഉടുത്തിട്ടുണ്ട്. ഒരുപാട് പെട്ടെന്ന് ഞാൻ അത് എടുത്ത് അങ്ങ് ഉടുക്കും. ആ കുട്ടികൾ ആഗ്രഹിച്ച് തന്നതല്ലേ എന്ന് എഴുതിയിട്ട് ഞാൻ പെട്ടെന്ന് അത് എടുത്ത് കൊടുക്കും. ഞാൻ മേടിച്ചത് പിന്നെ ഞാൻ ഉടുക്കാമല്ലോ എന്ന് വിചാരിക്കും. അതാണ് അങ്ങനെയായി പോകുന്നത്. ഇത് ഞാൻ ബാലരാമപുരം കൈത്തറിയിൽ നിന്ന് വാങ്ങിയൊരു സെറ്റ് മുണ്ടാണ്. ഒരു റയർ കളറാണ്, ഒരു കാവി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ബോർഡറൊക്കെ ഉള്ള ഒരു സെറ്റ് മുണ്ടാണ്. വലിയ വിലയൊന്നുമില്ല. പ്രൈസ് ഞാൻ എടുത്ത് കളഞ്ഞു, 390 രൂപ, അത്രയേ ഉള്ളൂ.
പക്ഷേ ഒരു കാര്യം ഒറ്റമുണ്ടാണ്. എനിക്ക് ഈ ഒറ്റമുണ്ട് കൊടുക്കാൻ ഭയങ്കര ഒരു എന്ന് വെച്ചാൽ അണ്ടർ സ്കേർട്ടൊക്കെ ചിലപ്പം ഉള്ളിൽ നിന്ന് കാണും. എനിക്ക് എപ്പോഴും ഡബിൾ മുണ്ട് കൊടുക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഇത് ഞാൻ കസവുമാളിൽ നിന്ന് വാങ്ങിയതാണ്. പുളിയിലക്കര എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് മുണ്ടാണ്. പുളിയിലക്കര സെറ്റ് മുണ്ട് എല്ലാവർക്കും പണ്ടുള്ള ആൾക്കാർക്ക് പുളിയിലക്കര ഉടവ് ചുറ്റി എന്നൊക്കെ പറയില്ല. അതുപോലെ പുളിയിലക്കര സെറ്റ് മുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതാണ് ഞാനും വാങ്ങിയതാണ്. എനിക്ക് 2-3 ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ ഉണ്ട്. പുളിയിലക്കര അതൊക്കെ ഉപയോഗിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു ഓറഞ്ചിന്റെ സെറ്റ് മുണ്ടാണ്. ഇത് ഞാൻ രാമചന്ദ്രനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന്റെ വില 920 രൂപയാണ് കേട്ടോ. ഡബിൾ മുണ്ടാണ്, സെറ്റ് മുണ്ട്. എൻ്റെ ഒരു ഓറഞ്ചിൻ്റെ ഉണ്ടായിരുന്നു, അതിൽ കരിമ്പൻ പിടിച്ചു പോയി. ഞാൻ ഒരിക്കൽ അമ്പലത്തിൽ നിന്നോ പോയിട്ട് മഴയോ വെള്ളമോ ഒക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താണ് വാഷ് ചെയ്തത്. പക്ഷെ ഞാൻ അന്ന് വാഷ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അത് ഇതായിപ്പോൾ. അതുകൊണ്ട് ഇപ്പം ഞാൻ സെറ്റ് മുണ്ട് വേറെ ഞാൻ നനവോ എന്തെങ്കിലും തട്ടിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ വാഷ് ചെയ്യും. എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിന് വാങ്ങിയതാണ്. പക്ഷെ ഞാൻ ഉടുത്തില്ലേ ഞാൻ ഇതേവരെ. ഒരു ബ്ലാക്ക് സിൽവർ ഇതുള്ള ബ്ലാക്കും സിൽവറും കൂടിയിട്ടുള്ള സെറ്റ് മുണ്ട്. ഇതൊരു ബ്രൈഡ് തന്നതാണ്. പേര് ഞാൻ ബ്രൈഡിനെ ഓർക്കുന്നില്ല. ബ്രൈഡ് തന്നതാണ് ഈ സെറ്റ് മുണ്ട്. പിന്നെ ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് സംഗീതത്തിൽ നിന്ന് വാങ്ങിയ സെറ്റ് മുണ്ടാണ്. ഒരു ഡിഫറെൻ്റ് ഒരു കളറായത് കാരണം ഞാൻ വാങ്ങിയതാണ് കേട്ടോ. നല്ല ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു ഇതാണ്. അമ്പലത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയ സൂപ്പർ സാധനമാണ്. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഈ സെറ്റ് മുണ്ടും. ദെൻ അടുത്തത് ഞാൻ ഈ ബ്രൈഡില്ലേ മേക്ക തരുന്നതിന് മുമ്പ് ഞാൻ വാങ്ങി പോയതാണ് ഈ ഒരു പച്ചയും കസവും കൂടിയിട്ടുള്ള ഈ ഇത്. അതിനുശേഷമാണ് എനിക്ക് ഈ ഒരു ആ ഒരു സെറ്റ് മുണ്ട് മേക്ക തരുന്നത്. അതിന് മുമ്പ് ഞാൻ വാങ്ങിയതാണ്. പക്ഷെ ഇത് ഞാൻ ഉടുത്തിട്ടില്ല. ഇതൊരു ടിഷ്യൂൻ്റെ തന്നെ ഒരു സാരിയാണ്, ട്രഡീഷണൽ പോലെ. ഇത് ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ വാങ്ങിയതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് വേണോ, അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമൊന്നുമല്ല. മുന്താണിയിൽ കെട്ടിയ നല്ല സാരിയാണ്. പക്ഷെ എനിക്കെന്തോ ഈ സാരി കണ്ടപ്പോൾ എനിക്കൊന്ന് വിട്ടിട്ട് പോരാൻ തോന്നിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. 1290 രൂപയാണ് വില. പ്രൈസ് ഉണ്ട് ഇതിൽ. അതെ, കല്യാൺ സിൽക്സിൽ നിന്ന് വാങ്ങിയതാണ്. 1290 രൂപ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മയ്ക്ക് കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യം ഞാൻ അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ വാങ്ങിയതാണ്. ആ സമയത്ത് തന്നെ ഞാൻ വാങ്ങിയ ഒരു സാരിയാണ് ഞാൻ കഴിഞ്ഞ വർഷം പൂജയ്ക്ക് കൊടുത്തത്. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിപ്പോയി. അതൊന്നും അമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഉടുത്തില്ല. എപ്പോഴും ഞാനിങ്ങനെ പോയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഇതൊക്കെ ഞാൻ പറയും അമ്മയോട്. അമ്മയ്ക്കൊരു ഇഷ്ടമുണ്ട് ആദ്യത്തെ ടൈപ്പ്. അമ്മയ്ക്ക് ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെയാണ് അമ്മയ്ക്ക് ഇഷ്ടം. അമ്മയ്ക്ക് ഇങ്ങനെ ഡ്രൈ വാഷിന് കൊടുക്കുന്നതും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നതും സൂക്ഷിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പം അമ്മ എത്തിട്ടില്ല. ഇത് തേക്കണം ഭയങ്കരമായിട്ട്. മറ്റേ സെറ്റ് മുണ്ട് തെറ്റിലൊക്കെ പെട്ടെന്ന് എടുത്ത് തേക്കാൻ പറ്റും. സെറ്റ് മുണ്ടൊക്കെ പെട്ടെന്ന് നമുക്ക് എടുത്ത് തേക്കാൻ പറ്റും. പക്ഷെ സാരി വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് തേക്കാനായിട്ട്. ഇതെനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. വാടാമല്ലി കളറും ഒരു ബ്ലൂ കളറും ഒരു 2-3 കളേഴ്സ് ചേർന്ന കോമ്പിനേഷനുള്ളൊരു സെറ്റ് മുണ്ടാണ്. ഡബിൾ മുണ്ട് തന്നെയാണ്. ഇത് സംഗീതത്തിൽ നിന്ന് വാങ്ങിയതാണ്. ട്രിവാൻഡ്രത്തെ സംഗീതത്തിൽ നിന്ന് വാങ്ങിയത്. ഇത് 600 റേഞ്ചിനാണ് ആ ഒരു വില വരുന്നത്. ഇത് ഞാൻ ബാലരാമപുരത്ത് നിന്ന് വാങ്ങിയത്. ഇത് പ്യുവർ കൈത്തറി സാരിയാണ്. സെറ്റ് മുണ്ടാണ്. സോറി, സാരി അല്ല, സെറ്റ് മുണ്ടാണ്. പ്യുവർ കൈത്തറിയാണ്. നല്ല അത്യാവശ്യം നല്ല കോസ്റ്റുള്ള വളരെ പ്യുവർ കൈത്തറി എന്ന് പറയുമ്പോഴത്തേക്ക്, കൈത്തറി നെയ്ത് സാരി എന്ന് പറയുമ്പോഴത്തേക്ക് സാരി സെറ്റ് മുണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വളരെ സോഫ്റ്റ് ആയിരിക്കും, കുറച്ച് ഹാർഡായിരിക്കും. ഇത് ഇവിടുന്ന് രാമചന്ദ്രൻ നിന്ന് വാങ്ങിയതാണ് ഈ സെറ്റ് മുണ്ടും. ഒരു ചെറിയൊരു കസവിൻ്റെ ഇതൊക്കെ ചേർന്ന് വലിയ വിലയില്ല, 490 രൂപയുള്ളൂ. സെറ്റ് മുണ്ട് ഒരു ബ്ലാക്കിൻ്റെ ഒരു ഇതുള്ള ഒരു ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിടാൻ നല്ലതായിരിക്കും. ഒരു കസവും ഒക്കെ ഉള്ള ഒരു സെറ്റ് മുണ്ടാണത്. പിന്നെ ഇത് ഫുള്ളായിട്ട് ഒരു പച്ച, തത്ത പച്ച അല്ലെങ്കിൽ വാഴത്തല്ലൊരു പച്ച എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ളൊരു സെറ്റ് മുണ്ടാണ്. കൊള്ളാം, നല്ലതാണ്. എനിക്കില്ലാത്ത ഒരു വാഴത്തളിരിൻ്റെ വെറും എനിക്കിങ്ങനെ കര മാത്രമുള്ളത്, കസവില്ലാതെ കര മാത്രമുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ്. കരയുള്ളത് ഞാൻ ഉപയോഗിച്ചത് ഒരുപാട് ഇരിക്കുന്നുണ്ട് ഉപയോഗിച്ചത്. പക്ഷേ ഉപയോഗിക്കാത്തതാണ് ഞാനിപ്പോൾ കാണിച്ചത്. പക്ഷെ ഉപയോഗിച്ചത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊന്നും തീരത്തില്ല.
ഞാൻ എപ്പോഴും മേടിച്ച് ചിലപ്പോൾ ഒരു തവണ 2 തവണ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ അമ്പലത്തിലിടുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ വാഷ് ചെയ്തിട്ടല്ലേ കൊടുക്കുള്ളൂ. ഒരിക്കൽ ഇട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളോടുകൂടി പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ വാഷ് ചെയ്തിട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അമ്പലത്തിൽ ഒരു ദിവസം കൊടുത്തിട്ട് പിന്നെ ഒരു ദിവസം വേറെ എവിടെയെങ്കിലും കൂടെ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അത് ഡ്രൈ വാഷിന് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സെറ്റും മുണ്ട് സെറ്റ് സാരിയുടെയൊക്കെ കളക്ഷൻസ്. അപ്പോൾ എല്ലാം എൻ്റെ കയ്യിലുള്ള എല്ലാം കാണിക്കണമെങ്കിൽ ഒരുപാട് ഇതെടുക്കും. പക്ഷെ ഉടുക്കാത്ത ഉള്ള കുറച്ച് നല്ല കളക്ഷൻസ് ഞാൻ കാണിച്ചു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ എപ്പിസോഡിൽ പുതിയ എന്താ പറയുക, പുതിയ സബ്ജക്റ്റുകളും പുതിയ ട്രെൻഡുകളും ഒക്കെ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.